ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് പോകുന്നത് ഹൈദരാബാദിലുള്ള റാമോജി ഫിലിം സിറ്റിയിലാണ്. ആക്ച്വലി എപ്പം ഹൈദരാബാദിൽ പോയാലും പോകണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് സിറ്റിയിൽ നിന്നൊരു ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഫിലിം സിറ്റി ഉള്ളത്. സോ ആക്ച്വലി ഒരു ഫുൾ ഡേ വേണം. അങ്ങനെ ഒരു ഫുൾ ഡേ കിട്ടുമ്പോൾ ഫ്രണ്ട്സ് കിട്ടുമ്പോൾ ഫുൾ ഡേ കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇതുവരെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ അങ്ങനെ എല്ലാം കൂടെ ഒത്തു വന്ന ഒരു ദിവസം നമ്മൾ ഫിലിം സിറ്റി കാണാനായിട്ട് പോവുകയാണ്. ഇത് നമ്മൾ എത്തിയപ്പോഴത്തേക്കൊരു 9:30 അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എത്തിയപ്പോഴത്തേക്ക് ഒരു 10:30, 11 ആയി. അപ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രോഗ്രാംസ് 9:30 ഇത് ഓപ്പൺ ചെയ്യും. സോ പ്രോഗ്രാംസ് ഒക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ടിക്കറ്റ് വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് കൗണ്ടറിലും ബുക്ക് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ടിക്കറ്റ് ആക്ച്വലി 2400 സംതിങ് അറൗണ്ടാണ് കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ അഡ്വഞ്ചർ കൂടെ എടുത്തിട്ടുണ്ട്. അഡ്വഞ്ചർ ഇല്ലാതെ 1000 റുപ്പീസോ സംതിങ് ആണ് നിങ്ങളുടെ എൻട്രി ഫീസായിട്ട് വരുന്നത്. സോ ഈ ഫിലിം സിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് ലൈക്ക് 2500 ഏക്കറിലായിട്ട് ഇത്ര വലുതായിട്ട് കിടക്കുകയാണ്. സോ ഇത് കണ്ട് തീർക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഓടി നടന്നാലേ ഇത് തീരത്തുള്ളൂ. സോ നമ്മളിപ്പം ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരു ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ ഇത് ഇയോറേക്ക എന്ന് പറയുന്നിട്ടുള്ള ഈ സ്ഥലത്ത് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. പിന്നെ അവിടെ നിന്നും ബസ്സിൽ ഓരോരോ സ്റ്റേഷനിൽ നമ്മളിങ്ങനെ ഡ്രോപ്പ് ചെയ്യും. ഏകദേശം ഒരു 4-5 സ്റ്റേഷനുണ്ട്. പിന്നെ നമ്മൾ ഈ അഡ്വഞ്ചറും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് അവിടെ നമുക്ക് പോകണം. സോ മൊത്തത്തിൽ കാണാൻ ഒരു ഫുൾ ഡേ വേണ്ടി വരുമെന്ന് തോന്നുന്നു. പിന്നെ നല്ല വെയിലുള്ള ഒരു ദിവസമാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ഇന്ന് പോകുമ്പോഴത്തേക്കൊരു വഴിയാവുന്ന ലക്ഷണമുണ്ട്. നല്ല ഭംഗിയുള്ള രണ്ട് സൈഡിലും ഈ പറയുന്ന പല സെറ്റുകളും ഈ സൈഡിൽ നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴാണ് കാണുന്നത്. ഓൾമോസ്റ്റ് കുറേ സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കുറച്ച് സ്ഥലങ്ങളിലേ സ്റ്റോപ്പുള്ളൂ. പിന്നെ എന്താ പറയുക, അവിടെ ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകാം, അത്രയേ ഉള്ളൂ. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു ഭംഗിക്ക് ഫൗണ്ടെയിനും ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതൊരു ഗൈഡഡ് ടൂറാന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഗൈഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു വോയിസ് മാത്രം അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാൻ, ഗൈഡ് ചെയ്യാനായിട്ട് ആളുകളൊന്നും അങ്ങനെ കാണുന്നില്ല. സോ നമ്മൾ ഇവിടെ വെച്ചേക്കുന്ന സൈൻ ബോർഡിൽ പോയി കാണാമെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് അമ്മു ആൻഡ് സഞ്ജു. നമ്മളാണ് ഇന്ന് വന്നേക്കുന്നത്. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ മൊത്തത്തിലുള്ള ഈ പ്ലോട്ടിൻ്റെ ഒരു ബേസിക് ഐഡിയ മാപ്പ് ഇവർ വെച്ചേക്കുകയാണ്. സോ നമുക്ക് അകത്ത് കയറിയിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഏകദേശം ഒരു ഐഡിയ കിട്ടി, എങ്കിലും അങ്ങോട്ട് നന്നായിട്ട് ഐഡിയ കിട്ടിയില്ല. സോ നമുക്ക് അങ്ങനെ അകത്ത് പോയി നോക്കാം. അങ്ങനെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് ഇവിടെ ആക്ച്വലി സ്റ്റുഡിയോസാണ്. നമ്മൾ സ്റ്റുഡിയോ ടൂറിനാണ് ഇവിടെ ഇറക്കിയത്. അപ്പോൾ 2 സ്റ്റുഡിയോസ് ഉണ്ട്. അവിടെ ലൈവ് ഷോസ് ഇങ്ങനെ നടക്കും. ലൈവ് ഷോ ഫസ്റ്റ് ഒരു സ്റ്റൺ ഷോ ആണ്. അപ്പോൾ അത് പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ആ ഷോ നടക്കുന്ന സാധനം തിയേറ്റർ നമ്മൾ ചോദിച്ച് പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. So finally, this is a theatre where you have the show. ഇത് ആക്ച്വലി ഒരു സ്കിറ്റ് പോലെ അവരിങ്ങനെ കാണിക്കുന്നതാണ്. ഒരു ബേസിക് സ്റ്റോറി സ്ട്രക്ചർ ഉണ്ട്. ആക്ച്വലി ഇതിനകത്ത് ഇവർ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റണ്ട് ബാക്കി കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴുണ്ട് ടെക്നിക്സും ബാക്കി കാര്യങ്ങളുമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ബേസിക്കലി ആരോ ബാറിലൊരു സാധനം കൊണ്ട് സൂക്ഷിച്ച് വെക്കാൻ കൊടുത്തിരുന്നു. അത് ബാക്കി ഒരു സെറ്റ് ആൾക്കാർ അത് അടിച്ചുകൊണ്ട് പോയി. പിന്നെ അത് കണ്ടെത്താനുള്ള അടിയും പിടിയും, അങ്ങനെ ഫൈനലി അത് കണ്ടെത്തുന്നതാണ് ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. കൈൻഡ് ഓഫ് എ മൈമാണ്, ഒരു സ്കിറ്റാണ്. പക്ഷേ ആ സൗണ്ട് ക്വാളിറ്റി, ആ ഷൂട്ടിങ്ങിൻ്റെ ബോംബ്, പിന്നെ അങ്ങനത്തുള്ള കാര്യങ്ങൾ, ആളുകൾ വന്ന് ഫോൾ ആവുന്നത്, ഇതൊക്കെ കുറച്ച് കാണേണ്ട ഒരു കാര്യങ്ങളായിരുന്നു. ബാക്കി ബേസിക്കലി കൈൻഡ് ഓഫ് എൻ്റർടൈനിങ് എന്ന് തന്നെ പറയാവുന്നതാണ്. അങ്ങനെ അവരുടെ സാധനങ്ങളൊക്കെ കിട്ടി. അവർ സന്തോഷകരമായി സ്കിറ്റ് അവസാനിപ്പിച്ചു. കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് ഒരു ചെറിയ മൂവി കണ്ട ഒരു പ്രതീതി ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്ന് വീണ്ടും നമുക്കറിയത്തില്ല. ഇങ്ങനെ ഒരുപാട് വലിയ സ്ഥലത്ത് ചുമ്മാ നമ്മളിങ്ങനെ ഇറക്കി വിട്ട പോലെയാണ്. സോ വീണ്ടും നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. എങ്കിൽ പിന്നെ ബസ് സ്റ്റേഷൻ എവിടെയാണെന്ന് അന്വേഷിച്ച് ബസ് കണ്ടുപിടിച്ചു.
സോ ബസ് കയറി അടുത്ത സ്റ്റേഷൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ വേറൊരു തിയേറ്ററും കൂടെ ഉണ്ട്. ആ ഷോയും കൂടെ അവസാനിച്ചിട്ടേ ഇവർ നമ്മളെ ബസ്സിൽ കൊണ്ടുപോകത്തുള്ളൂ എന്നുള്ള നഗ്ന സത്യം നമ്മളോട് പറഞ്ഞു. എങ്കിൽ പിന്നെ ആ ഷോ എവിടെയാണെന്ന് കണ്ടെത്തി പോവുക. അങ്ങനെ ഫൈനലി നമ്മളുടെ തിയേറ്റർ കണ്ടെത്തി. ഇതാണ് ഇവിടെ നടക്കുന്ന ഷോ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു വളരെ നല്ല ഷോ ആയിരുന്നു. നമ്മളിത് കാണാതെ പോയെങ്കിൽ മിസ്സായേനെ. അല്ലെ, കാണാതെ പോകാനും വഴിയൊന്നുമില്ല, അവർ ബസ്സിൽ കൊണ്ടുപോകത്തില്ലല്ലോ. സോ ഇതിൻ്റെ പേര് സ്പിരിറ്റ് ഓഫ് റാമോജി ഷോ എന്നാണ്. സോ ബേസിക്കലി ഇതിൻ്റെ മെയിൻ തീം ബാഹുബലി തന്നെയാണ്. ഇപ്പം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻറ്റയർ ഫിലിം സിറ്റി ഈസ് ഫേമസ് ഫോർ ദിസ് ബാഹുബലി സെറ്റ് ഓൺലി. സോ ഇതിൻ്റെ ഓരോ തീമും ഫുൾ ഇങ്ങനെ ഇവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡാൻസ് ഷോസൊക്കെ അടിപൊളിയായിരുന്നു. സോ അത് കഴിഞ്ഞ് നമ്മളുടെ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സ്റ്റോപ്സിലേക്ക് പോവുകയാണ്. സോ ഞാൻ പറഞ്ഞ പോലെ വഴിയിൽ ഒരുപാട് ഇങ്ങനെ സെറ്റുകളുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒരു ബേസിക് സ്ട്രക്ചർ തരും. പിന്നെ മൂവിയുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവർ അതിനെ അവരുടേതായ രീതിയിലെടുക്കും. ഒരുപാട് മൂവീൻ്റെ ഷൂട്ട് ചെയ്തതും അതിൻ്റെ മൂവീസിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ അവരിങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ബസ്സസിൽ ആക്ച്വലി ഗൈഡഡ് ടൂറാണ്. അവർ നമുക്ക് അത്യാവശ്യം ബേസിക് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരും. ഏതൊക്കെ മൂവിയാണ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തതും മറ്റു കാര്യങ്ങളും. ഇതിപ്പം നമ്മൾ പോകുന്നത് ഒരു കൈൻഡ് ഓഫ് ലൈക്ക് സോ ഒരു പീരീഡ് സെറ്റാണ്. ഇവിടെ മഹാഭാരതത്തിൻ്റെ ഡയലോഗ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈ ദ ലുക്ക് ഓഫ് ഇറ്റ് ഇത് ഹസ്തിനപുർ കോട്ടാണെന്ന് തോന്നുന്നു. സോ കൊട്ടാരവും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. Finally, we are here in the Bahubali set. So my friend Sanju has offered to explain things little bit for us. So over to Sanju. പകർത്തിയതിന് ശേഷമാണ് ഇത്രയും വലുതാക്കി സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റിയാലിറ്റി തോന്നുമെങ്കിലും സംഭവം ടോട്ടലി ഇത്രേ ഉള്ളൂ. കൊട്ടാരം എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി കെട്ടിയിട്ടേക്കുന്ന സ്ഥലം ദേവസേന കെട്ടിയിട്ടേക്കുന്നതും ബാഹുബലി കുതിരയും കൊണ്ട് ഓടുന്ന എല്ലാ സീൻ ഇതിനകത്താണ് കാണിച്ചേക്കുന്നത്. ആദ്യം അവർ ഇത് ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കി സീൻസ് എല്ലാം ഇതിനകത്ത് അവർ കട്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, എന്ത് കുഞ്ഞല്ലേ. സോ എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഈ സഞ്ജുവിൻ്റെ തള്ളൊക്കെ ഉള്ളതാണോ അതോ വെറും തള്ളാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ബോധ്യമൊന്നുമില്ല. നിങ്ങൾ തന്നെ കേട്ടിട്ട് പറ, ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇത് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം. സോ നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അകത്ത് ആണ് ഈ സെറ്റ് കുറച്ച് വലുതാക്കിയുണ്ട്. ഇപ്പം നമ്മുടെ അകത്ത് ആ കണ്ട കുഞ്ഞു മോഡലില്ലേ, അതിൻ്റെ കുറച്ചുകൂടെ വലിയ രീതിയിൽ അകത്ത് നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെയാണ് സിംഹാസൻ ഉള്ളത്. ഒരു വലിയൊരു ഗ്രാൻഡ് ഏരിയ ആണ്. സോ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് വെച്ച് ക്ലോസപ്പ് ഷോട്ട്സൊക്കെ ഈ വലിയ ഏരിയയിലും ബാക്കിയുള്ള ഷോട്ട്സൊക്കെ പുറത്ത് വെച്ചുമാണ് ഷൂട്ട് ചെയ്തതെന്നാണ് പുള്ളി പറയുന്നത്. സോ ഇത് വലിയ സ്റ്റാച്ചു ആണ് പൽവാർ ദേവൻ്റെ. അത് പല സീൻസിൽ നിങ്ങൾ കണ്ടു കാണും. സോ അങ്ങനെ പല കൈൻഡ് ഓഫ് ലൈക്ക് കാര്യങ്ങൾ, എല്ലാ പ്രോപ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മൂവീസ് അത് അങ്ങനെ തന്നെ വെച്ചേക്കുന്നതാണോ അതോ വീണ്ടും റീക്രിയേറ്റ് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാവിലെ തൊട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണല്ലോ. ഇവിടെ ബാഹുബലി സ്പെഷ്യൽ ഫുഡ് കിട്ടും. ബാഹുബലി താലീസ് ആൻഡ് ഓൾ. പിന്നെ ഇത് ഒറ്റയ്ക്ക് ഒരാൾക്ക് തീർക്കാൻ പറ്റത്തില്ല. 3 പേരും കൂടെ വേണമെങ്കിൽ ഒരെണ്ണം കഴിക്കാമെന്നുള്ള രീതിയിൽ അത്രയും വലുതായിരുന്നു. ഈവൻ നമ്മൾ ലെമണേഡ് വാങ്ങിച്ചിട്ട് തന്നെ ദേ ഗേവ് ദ ലെമണേഡിൻ്റെ ജഗ്. ബാക്കിത്തിന് നമ്മൾ 3 എണ്ണം പറഞ്ഞില്ല. 3 എണ്ണം പറഞ്ഞായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. സോ ദാറ്റ് ഈസ് ഇറ്റ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഇതൊരു കൈൻഡ് ഓഫ് ലൈക്ക് ഒരു ഡിസ്കോ സെറ്റാണ്. ഡിസ്കോ സെറ്റിലേക്ക് പോവുകയാണ്. ഡിസ്കോ സെറ്റിൽ ആക്ച്വലി നമ്മളൊരു റീല് ഷൂട്ട് ചെയ്തായിരുന്നു. അത് ഇതുവരെ ആരും ഇട്ട് കണ്ടില്ല. അമ്മൂൻ്റെയും സഞ്ജുവിൻ്റെയും ഒരു ചെറിയ കഥയാണ്. അത് നമ്മൾ
എവിടെയോ എന്തോ കുറേ സീൻസ് മതലബ് കുറേ വീഡിയോസ് ഇങ്ങനെ ഞാൻ എൻ്റെ ഫോണിൽ എടുത്തത് മാത്രമേ ഉള്ളൂ. എസ്പെഷ്യലി നമ്മൾ ഇപ്പം ഈ സാഹസിൽ പോകുന്ന വീഡിയോസ്. ഇതിൻ്റെ നമ്മൾ അവിടെ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ഒന്നും വീഡിയോ എൻ്റെ കയ്യിലില്ല. എനിക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിയുള്ള ഒരാളായുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫാണ് ഞാൻ ഇങ്ങനത്തുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്. എപ്പോഴും ഞാനിങ്ങനെ മാറി കണ്ട് നിൽക്കാറാണ്. ഇന്ന് എന്തോ അതിനുള്ള ധൈര്യം വന്നു, ഞാനിതൊക്കെ ചെയ്തു. അതിന് വീഡിയോസ് ഒന്നും ഇല്ല. വീഡിയോസ് ഉണ്ട്, പക്ഷേ ഇതിനകത്തിടുമ്പോൾ അത്ര ക്ലാരിറ്റി വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. പക്ഷേ ഞാനത് റീൽസും ഷോർട്സുമായിട്ട് ഇടാൻ ട്രൈ ചെയ്യാം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് സ്ഥലത്തെത്തിയേക്കാണ്. ഇവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട്. സോ ഇതാണ് നമ്മളുടെ ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറയുന്നത്. ഒരു എൻക്ലോസ്ഡ് ഏരിയ ആണ്. ഇവിടെ കുറേ ബട്ടർഫ്ലൈസും അവർക്ക് ഫീഡ് ഓൺ ചെയ്യാൻ കുറേ പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞൊരു ബേർഡ് പാർക്കാണുള്ളത്. ഈ ബേർഡ് പാർക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വാട്ടർഫോൾ സോർട്ട് ഓഫ് എൻ ഏരിയ ആണ്. ഇവിടെ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് സ്മെല്ലുണ്ടായതുകൊണ്ട് ഇവിടെ നിൽക്കാനോ കൂടുതൽ വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് വലുതായിട്ട് തോന്നിയില്ല. ആക്ച്വലി നമ്മളിവിടെ വരുമ്പോൾ തൊട്ടേ നമ്മൾ എക്സൈറ്റഡ് ആയിരുന്ന ഈ സ്ഥലത്തിന് വേണ്ടിയാണ്. ഇത് ജപ്പാനിലെ ഷൂട്ട്സൊക്കെ എടുക്കുന്നത് ഈ ഒരു സ്ഥലത്താണെന്ന് പറഞ്ഞു. സോ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഈ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഫുൾ ഒരു പാലസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. വന്നപ്പോൾ ഇങ്ങനൊരു സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് എന്ത് ഫോട്ടോ എടുക്കാനാണ്, ഇവിടെ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ ഇത് പോയി. അതാ പറയുന്നത്, സിനിമയിൽ കാണുന്ന പല കാര്യങ്ങളും ഉള്ള കാര്യമല്ല എന്നിപ്പം മനസ്സിലായി. പിന്നെ ഫോട്ടോയിൽ കാണുന്നതും ഈവൻ ദ ഫോട്ടോ അവർ പുറത്ത് വെച്ചിരുന്ന ഫോട്ടോയിലും പിന്നെ നമുക്ക് ആ തന്ന പാംലെറ്റിലും ഒക്കെ ഉള്ള സാധനത്തിൽ ഇറ്റ് വാസ് ഹ്യൂജ് ആൻഡ് ബ്യൂട്ടിഫുൾ ആൽസി. അതൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഇത് ഫൈനൽ ഒരു ഗാർഡൻ ആണ്. ഗാർഡൻ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാനായിട്ട് പോയപ്പോഴാണ് ഒരു കേവും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത്. ഈ കേവ് ആക്ച്വലി ഒരു ബുദ്ധിസ്റ്റ് കേവാണ്. ഈ ബുദ്ധിസ്റ്റ് കേവിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേവ് പോലെ ഇരിക്കുന്നതും ഇത് മൊത്തം ആർട്ടിഫിഷ്യലി മെയ്ഡാണ്. ഈ സ്റ്റോൺ എനിക്ക് തോന്നുന്നു എന്തോ കാർഡ്ബോർഡോ അങ്ങനത്തെ എന്തോ സോർട്ട് ഓഫ് സ്റ്റഫ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അല്ലാതെ ആക്ച്വൽ സ്റ്റോണോ ആക്ച്വൽ റോക്കോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. ജസ്റ്റ് തട്ടുമ്പോഴത്തേക്ക് ഒരുമാതിരി നല്ല പാട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ അതാണ് ഒരു ബുദ്ധിസ്റ്റ് കേവാണ്. അത് കഴിഞ്ഞ് അതും കണ്ട് നമ്മൾ ഫൈനലി പുറത്തിറങ്ങിയിരിക്കുന്നു. ഇവിടുന്ന് ഇനി നമുക്ക് ബസ് പിടിച്ച് ആദ്യം നമ്മൾ ബസ് എടുത്ത് യുറേക്ക എന്ന് പറയുന്ന സ്പോട്ടിലേക്കാണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത്. സോ ദ ഡേ വാസ് റിയലി അമേസിങ്. ഒരുപാട് അഡ്വെഞ്ചർ ചെയ്തു. ദാറ്റ് ടു ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. ഇറ്റ് ഈസ് നോട്ട് ഓൾ ബാഡ്. പക്ഷേ എന്താ പറയുക, ഐ ഡു ദാറ്റ് അഗൈൻ. പക്ഷേ ഇച്ചിരി ആരെങ്കിലും പുഷ് ചെയ്യാൻ വേണം. മൈ ഓൺ സിപ്പ് ലൈൻ ആൻഡ് ഓൾ എനിക്ക് അത്ര പറ്റത്തില്ല. ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഐ വാസ് ഫൈൻ. ഐ മാനേജ് ക്വൈറ്റ് വെൽ. സോ ഇറ്റ് വാസ് സച്ച് എ ഫ്രൂട്ട്ഫുൾ ആൻഡ് വണ്ടർഫുൾ ഡേ. ഐ ഹോപ്പ് യു ഡിഡ് ലൈക്ക് ദ വീഡിയോ. സോ ഈ സോർട്ട് ഓഫ് ബസ്സിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്, കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ബസ്സസിൽ. സോ പോകുന്ന വഴിക്കും നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം മിസ്സായ കുറേ സ്പോട്ട്സൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഐഫൽ ടവർ ഇരിക്കുന്നു. പിന്നെ ഇവർക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. പിന്നെ ഇവർക്ക് താജ്മഹലുണ്ട്. പിന്നെ കൈൻഡ് ഓഫ് ലൈക്ക് ഹവ മഹലുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവർക്കിവിടെ സെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഫോട്ടോ എടുക്കാൻ നമ്മൾ വിചാരിച്ച പോലെ അത്യാവശ്യം നല്ല ചെറുതാണ്. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വലിയ ഭംഗിയൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ദ ഏരിയ ആൻഡ് ദ പ്ലേസ് ഇസ് ലൈക്ക് ഓസം ഗൈസ്. എന്ത് ഭംഗിയായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സോ ഐ totally enjoyed it. I hope you enjoyed watching as well. Please don't forget to like, share and subscribe. That's it for the day guys. Tata, bye bye.